നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ ഉദയൻ കലാനികേതൻ. കലയെ സ്നേഹിക്കുന്നവരെ കാലം എന്നായാലും അംഗീകരിക്കപ്പെടുക തന്നെ ചെയ്യും. എന്നാൽ കഴിവുകളേറെ ഉണ്ടായിട്ടും തൻ്റെ സ്വപ്നങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ കഴിയാതെ പോയ ഒരു കലാകാരനെയാണ് കലാനികേതൻ ഇന്ന് പരിചയപ്പെടുന്നത്. മറ്റാരുമല്ല, ഇൻസ്ട്രുമെന്റ്സ് കൈകാര്യം ചെയ്യും, അതോടൊപ്പം നല്ലൊരു കാർപ്പൻ്റർ കൂടിയാണ്. അപ്പോൾ ഒരു പാട്ടോട് കൂടി തന്നെ നമുക്കിന്ന് ആരംഭിക്കാം. പഴവങ്ങാടി ഗണേശൻ എൻ്റെ പിഴവെല്ലാം പൊറുക്കും ഗജാസ്യൻ. പഴവങ്ങാടി ഗണേശൻ എൻ്റെ പിഴവെല്ലാം പൊറുക്കും ഗജാസ്യൻ. വഴിമാറിപ്പോയൊരൻ ജന്മം തിരുമിഴി കാട്ടി നയിക്കുന്ന ഹേരമ്പൻ. ശ്രീഹരനുടെ ബാലകനാകും അമരകലാപതിയെ ശ്രീ ഗുരുവായി മേലെ വീഴുക പാരിൻ ഉടയോനെ. പഴവങ്ങാടി ഗണേശൻ എൻ്റെ പിഴവെല്ലാം പൊറുക്കും ഗജാസ്യൻ. അനന്തപുരിക്കിവൻ തിലകമല്ലോ, അശരണർക്കാശ്വാസ തീർത്ഥമല്ലോ. അനന്തപുരിക്കിവൻ തിലകമല്ലോ, അശരണർക്കാശ്വാസ തീർത്ഥമല്ലോ. മുജന്മ പാപവും ഈ ജന്മതാപവും മുൻപിലായിരിയുന്നു സതതം. ഇന്ന് വന്നു ഞാൻ ചേർന്നത് പുണ്യം. ശ്രീഹരനുടെ ബാലകനാകും അമരകലാപതിയെ ശ്രീ ഗുരുവായി മേലെ വീഴുക പാരിൻ ഉടയോനെ. പഴവങ്ങാടി ഗണേശൻ എൻ്റെ പിഴവെല്ലാം പൊറുക്കും ഗജാസ്യൻ. തിരുമുമ്പിലുടയുന്നു കഥനകാണ്ഡം, ഇരുകരം കൂപ്പിയൻ ആലാപനം. തിരുമുമ്പിലുടയുന്നു കഥനകാണ്ഡം, ഇരുകരം കൂപ്പിയൻ ആലാപനം. കാരുണ്യമോദകം കലികാല ഔഷധം, നുണയുമ്പോളകലും വിഷാദം. എൻ്റെ ജാതകവിധയാലേ ധന്യം. ശ്രീഹരനുടെ ബാലകനാകും അമരകലാപതിയെ ശ്രീ ഗുരുവായി മേലെ വീഴുക പാരിൻ ഉടയോനെ. പഴവങ്ങാടി ഗണേശൻ എൻ്റെ പിഴവെല്ലാം പൊറുക്കും ഗജാസ്യൻ. അപ്പം മനോഹരമായൊരു പാട്ടായിരുന്നു. കാര്യം ദൈവികമായ ഒരു എന്താ പറയുക, അത് മനസ്സിൽ തട്ടിയത്. കലയോടുള്ള ഈ ഒരു ആത്മബന്ധം എവിടെ നിന്നാണ് തുടങ്ങിയത്? ആത്മബന്ധം എന്ന് പറയുമ്പോൾ എൻ്റെ അപ്പനും അമ്മയും പാടുമായിരുന്നു. അപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ ഒരു അനുഗ്രഹമാണ് എനിക്കത്.
അതുപോലെ തന്നെ എൻ്റെ മാമന്മാരും ചുറ്റന്മാരും ഒക്കെ ഈ മണ്ഡലകാലം പിറക്കുമ്പോൾ ഭജനസമിതി രൂപീകരിക്കാറുണ്ട്. അപ്പം അവരുടെ കൂടെ ഇരുന്ന് പാട്ടും കൊട്ടും ഒക്കെ കേട്ട് വളരെ ആഗ്രഹം കയറി. അത് ഭയങ്കര കൊട്ടിനോടാണ് ഏറ്റവും ആദ്യം എനിക്ക് താല്പര്യം തോന്നിയത്. പാട്ട് രണ്ടാമതാണ് പിന്നെ ഞാൻ കുട്ടിയൊക്കെ വലുതായതിനു ശേഷമാണ് പാട്ട് പാടി തുടങ്ങിയത്. അതിനൊരു കൊട്ടായിരുന്നു, കാരണം ഗഞ്ചറ വായിക്കും അവരുടെ കൂടെ ഇരുന്ന്. പിന്നെ പാട്ട് കുറച്ച് താമസിച്ച് പിന്നെ എനിക്ക് ഏറ്റവും വലിയ തബല എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലൊക്കെ അന്ന് കഥാപ്രസംഗം, ബാലെ എല്ലാം ലൈവ് പാട്ടായിരുന്നു, ലൈവ്. അപ്പം അതുപോലെ ഭക്തഗാന സ്തുതി. അപ്പം എൻ്റെ കൂടുതൽ ശ്രദ്ധ തബലയിലേക്കായിരുന്നു. അവരെങ്ങനെ കൈവച്ച് വായിക്കുന്നു, ഏത് താളമാണ്. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ച് ഞാൻ തബല വായിക്കാനും ഇടയായത്. എനിക്കൊരു അടുത്ത ഒരാൾ എൻ്റെ കൂട്ടുകാർ എനിക്ക് തബല തരികയുണ്ടായി, എൻ്റെ വായന കണ്ടിട്ട്, എൻ്റെ ആഗ്രഹം കണ്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭജനയ്ക്കൊക്കെ ഞാൻ വായിക്കാൻ പോയിരുന്നു. അങ്ങനെയാണ് ഞാൻ ചെറിയ പ്രോഗ്രാമിന്, കാരണം ഭക്തിഗാനസുധ, ഭജന, കഥാപ്രസംഗം ഇതിനൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ല എങ്കിലും എൻ്റെ ആഗ്രഹം. വലിയ കഴിവല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കഴിവാണ്. താങ്കളുടെ ഉള്ളിൽ ഒരു കലാകാരനുണ്ടെന്ന് ആദ്യമായി തിരിച്ചറിഞ്ഞത് ആരാണ്? അത് എൻ്റെ അപ്പനും അമ്മനും എൻ്റെ നാട്ടുകാരും സുഹൃത്തുക്കളൊക്കെ തന്നെ. അത് ഈ ഭജനയൊക്കെ പാടാൻ പോകുന്ന സമയത്ത് അതെ, എപ്പോഴും നല്ല പ്രോത്സാഹനം തന്നിട്ടുണ്ട് എനിക്ക്. ആ ഒരു പ്രോത്സാഹനം ജീവിതത്തിന് പ്രചോദനം ഉണ്ടാവുകയും ചെയ്തു. അതെ. അപ്പോൾ ഇനി നമുക്കൊരു പാട്ടിലേക്ക് പോകാം. അതെ, പാടാം. തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴിക്കനവ്, തേനൂറും സാന്ത്വനമായി ആലോലം കാറ്റ്, സന്ധ്യാരാഗവും തീരവും വേർപിരിയും വേളയിൽ എന്തിനിന്നും വന്നു നീ പൂന്തിങ്കളേ, തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴിക്കനവ്, പൂത്തുനിന്ന കടമ്പിലെ പുഞ്ചിരിപ്പൂമൊട്ടുകൾ ആരാമപ്പന്തലിൽ വീണുപോയെന്നു, മധുരമില്ലാതെ നെയ്ത്തിരി നാളമില്ലാതെ സ്വർണ്ണമാനുകളും പാടും കിളിയുമില്ലാതെ നീയൻ ഏകനായി എന്തിനൻ മുന്നിൽ വന്നു, പനിനീർമണം തൂമൻ തിങ്കളേ, തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴിക്കനവ്. ഇപ്പോൾ പ്രസാദേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല കഴിവുള്ള ഒരു കലാകാരനാണ്. മാത്രമല്ല ഒരുപാട് ഉയരങ്ങളിലൂടെ എത്തേണ്ട ഒരാളായിരുന്നു. ഇടയ്ക്ക് വെച്ച് ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് ചേട്ടൻ തന്നെ നിങ്ങളുടെ അടുത്ത് പറയും. എന്തായിരുന്നു, ഒരു മേജർ സർജറിക്ക് വിധേയനായിരുന്നു. എന്താണെന്ന് സംഭവിച്ചത്? 2006 എനിക്കൊരു സർജറി കഴിഞ്ഞിരുന്നു. അത് ഹൃദയ സംബന്ധമായതാണ്. കാരണം ഹൃദയ വാൽവ് മാറ്റി വയ്ക്കലായിരുന്നു. ശ്രീചിത്രയിലായിരുന്നു തിരുവനന്തപുരം എനിക്ക് നടന്നത്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും 2 വർഷം കഴിഞ്ഞതിന് ശേഷം അതിനെ സംബന്ധിച്ച് വേറെ ഒരു സർജറി കൂടെ നടന്നു. അത് കഴിഞ്ഞ് കുറേ കാലങ്ങൾ ഇങ്ങനെ പോയപ്പോൾ ഇതുപോലെ മൂക്കിന് ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. അതൊരു 15 ദിവസത്തോളം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം കിടന്നു. ആ സർജറി കഴിഞ്ഞു. അതും കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും എനിക്ക് സ്ട്രോക്ക് ഉണ്ടായി. ഒരു വലിയൊരു തലവേദനയോടുകൂടിയാണ് എനിക്കത് ആദ്യം. ആ സ്ട്രോക്കിൽ എനിക്ക് പൂർണ്ണമായിട്ടും സംസാരശേഷി, ഓർമ്മശക്തി നഷ്ടപ്പെട്ടു. സംസാരിക്കാൻ ഒരക്ഷരം പോലും ഉണ്ടാൻ പറ്റാത്ത അവസ്ഥയായി പോയി. ഓർമ്മശക്തി ഇല്ലായിരുന്നു. അങ്ങനെ അത് അടുത്തുള്ള ഡോക്ടറെ കാണിച്ച് പറഞ്ഞ് നേരെ മറ്റും സർജറി കഴിഞ്ഞതുകൊണ്ട് ഇയാൾ മെഡിക്കൽ കോളേജിൽ കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി. പിറ്റേന്ന് പോയി മെഡിക്കൽ കോളേജിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി കാണിച്ചു. ന്യൂറോ സർജനെ കാണിച്ചപ്പോൾ എല്ലാം ചോദിച്ചറിഞ്ഞതിന് ശേഷം ഗുളിക കഴിച്ച് നോക്കെന്ന് പറഞ്ഞ് ഗുളിക കഴിച്ച് ഏകദേശം കുറച്ച് 1-2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേശ്ശെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. സംസാരിക്കാനും ഓർമ്മശക്തിയും വന്നു. ഏകദേശം ഇപ്പം അത് ഒരു 90% ക്ലിയറായി. പിന്നെ ഒരു ശകലം
പ്രശ്നമുണ്ട്. ചില സമയങ്ങളിൽ പാടുമ്പോഴൊക്കെ അക്ഷരങ്ങൾ മാറും. ഇപ്പം വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒരു പേടിയുണ്ട്, ചില പ്രോഗ്രാമിനൊക്കെ പങ്കെടുക്കുമ്പോൾ ഇനി അക്ഷരങ്ങളൊക്കെ പണങ്ങി പോകുമോ എന്നുള്ള ഭയം എനിക്കുണ്ട്. അങ്ങനെ കലാരംഗത്തേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും. താങ്കളുടെ മനസ്സിലുള്ള സ്വപ്നം എന്തായിരുന്നു? തീർച്ചയായിട്ടും സ്വപ്നങ്ങൾ എല്ലാം എനിക്കുണ്ടായി. നല്ലൊരു തബലിസ്റ്റ് ആവണമെന്നുമുണ്ട് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് നമ്മുടെ നാട്ടിൽ അടുത്ത് അതിന് പോയി പഠിക്കാനോ ശാസ്ത്രമായി പഠിക്കാനോ ഒന്നിനോ നമുക്ക് സന്ദർഭം ഇല്ലായിരുന്നു. അപ്പോൾ അത് സാധിച്ചില്ല. അല്ല, സംഗീതം അതുപോലെ തന്നെയായിരുന്നു. നല്ല സമയത്തത് ഇനി കൈവശം വെക്കാൻ പറ്റിയില്ല, ശാസ്ത്രമായി പഠിക്കാൻ പറ്റിയില്ല. ഏറ്റവും ഞാനൊരു ചെറിയ ഒരു ട്രാക്ക് ഗാനങ്ങളെയൊക്കെ സ്വന്തമായിട്ട് കരോക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിൽ കുറച്ച് സ്റ്റേജിലൊക്കെ ഞാൻ ഒത്തിരി സ്റ്റേജിൽ പോയി. അതുപോലെ ഒരു പ്രൊഫഷണൽ നാടൻപാട്ട് ഗ്രൂപ്പിലേക്ക് ഞാൻ തകലിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം സൂര്യസാരഥി എന്നുള്ള ഒരു ട്രൂപ്പിലാണ്. അതിൽ 7 സ്റ്റേജിൽ പോയപ്പോഴാണ് എനിക്ക് സ്ട്രോക്ക് വന്നത്. അതിനുശേഷം അത് പിന്നെ അതിൽ കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചില്ല. അതുപോലെ നല്ലൊരു ഇനിയും അവസരങ്ങൾ കിട്ടുന്നെങ്കിൽ അത് ചെയ്യാൻ ഉദ്ദേശമുണ്ട്. അതെ, എൻ്റെ അത്രയെന്ന് പറയാൻ സംഗീതം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. താളം അത് അലിഞ്ഞു പോയി. ഞാൻ ഒരിക്കലും ഇത് ഞാൻ കളയാൻ എനിക്ക് ഉദ്ദേശമില്ല. അത്രയ്ക്ക് ഞാൻ സംഗീതത്തെ സ്നേഹിക്കുന്നു. ഈ ജോലിയുടെ തിരക്കിനിടയിലും എങ്ങനെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്? ജോലി എൻ്റെ നാട്ടിൻ പ്രദേശത്തിലാണ് ഞാൻ ചെയ്യുന്നത്. സംഗീതം എൻ്റെ ജോലിയെ ബാധിക്കുന്നില്ല. അതുപോലെ തിരിച്ചും രണ്ടും ഞാൻ അത്രയുള്ള എൻ്റെ തൊഴിലിനെയും സംഗീതത്തെയും ഒരുപോലെ സ്നേഹിക്കുന്നുള്ളത് കൊണ്ട് എനിക്ക് ഒന്നും പ്രശ്നമല്ല. അത്രത്തോളം സ്നേഹിക്കുന്നു. അതെ, ഞാൻ നല്ലൊരു ആസ്വാദനമാണ്. കാരണം സംഗീതം നല്ല അത്രത്തോളം ആസ്വദിക്കുന്നു. അതുപോലെയാണ് താളബോധവും. അതുകൊണ്ടാണ് എനിക്കൊരു സ്റ്റേജിലെങ്കിലും പെർഫോമൻസ് ചെയ്യാൻ കഴിഞ്ഞത് തന്നെയാണ്. അല്ലാതാണ് ശാസ്ത്രീയമായും പഠിക്കാതെ ചെയ്യാൻ പറ്റിയത് അത്ര ആഗ്രഹം കൊണ്ടതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോകാം. അതെ, പാടാം. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നെടുത്തു താമര കളിത്തോണി. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നെടുത്തു താമര കളിത്തോണി. തങ്കം നിനക്കുള്ള പിച്ചകമാലയുമായി സംക്രമപ്പൂ നീലാവിറങ്ങി വന്നു. നിൻ കിളിവാതിലിൽ പതുങ്ങി നിന്നു. മയക്കമെന്തേ 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 മെരുക്കിയാൽ മെരുങ്ങാത്ത മാൻകിടാവേ. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നെടുത്തു താമര കളിത്തോണി. ഗാനമേളകളിലടക്കം പാട്ടിന്റെ രംഗത്ത് നിറസാന്നിധ്യമാണ് താങ്കൾ. എന്താണ് ആ രംഗത്തെക്കുറിച്ച് പറയാനുള്ളത്? ആ രംഗത്തെക്കുറിച്ച് പറയാൻ എനിക്ക് ഒരു സമിതി രൂപീകരിക്കണമെന്നുണ്ടായിരുന്നു. അത് അപ്പോൾ എൻ്റെ കൂട്ടുകാരുടെയൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും ഒരു സമ്മതമായിരുന്നു, ഒരു ട്രൂപ്പ് ഉള്ളതാണ്. അങ്ങനെ ഞാനൊരു ട്രൂപ്പ് ഉണ്ടാക്കി നല്ല രീതിയിൽ അത് പോയി. ഒത്തിരി സ്റ്റൈലിലൊക്കെ നമ്മൾ പേരെന്താണ്? നാദകേളി കരോക്കെ ഗാനമേള ട്രൂപ്പ് എന്നായിരുന്നു അത്. 2 ഫീമെയിലും മെയിലും 3 പേരും. അത് എല്ലാ സൈസ് പാട്ട് എല്ലാം ഫാസ്റ്റ് ഹിന്ദി തമിഴ് എല്ലാം പാടുന്ന രീതിയിലോ അറേഞ്ച്മെൻ്റ് ചെയ്ത് ചെയ്യണം പോയത്. എൻ്റെ പാട്ട് പ്രോഗ്രാമൊക്കെ നല്ല വിജയമായിരുന്നു. എല്ലാവരും പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ അതിനിടയ്ക്ക് വെച്ചുകൊണ്ട് ഇതുപോലെയൊക്കെ എനിക്ക് സുഖമില്ലാതെയൊക്കെ വന്നത്. അപ്പം കുറച്ചാൾ ഒരു ഇടവേള ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയും എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ആഗ്രഹമുണ്ട്. മറ്റുള്ള പ്രശ്നങ്ങൾ പ്രാർത്ഥിക്കാം. ഇതെൻ്റെ മകളാണ്, ഇപ്പോൾ +1 പഠിക്കുന്നു. അത് എൻ്റെ അനുജൻ പ്രസന്നൻ്റെ മകൾ
പൂജ. മോളെ സ്കൂളിൽ പഠിക്കുന്ന ലംബേ തന്നെ. ഓരോ ലംബയല്ലേ പഠിച്ചത്? എന്തിനായി നിന്നിടം കണ്ണിൻ തടം തുടിച്ചു, എന്തിനായി നീ വലം കയ്യാൽ മുഖം മറച്ചു, പഞ്ചബാണനെഴുന്നള്ളും നെഞ്ചിലുള്ള കിളി ചൊല്ലി എല്ലാം എല്ലാം അറിയുന്ന പ്രായമായില്ലേ, ഇനി മിന്നും പൊന്നും മണിയാൻ കാലമായില്ലേ, എന്തിനായി നീടം കണ്ണിൻ തടം തുടിച്ചു, എന്തിനായി നീ വലം കയ്യാൽ മുഖം മറച്ചു, ആരിന്നു നിൻ സ്വപ്നങ്ങളിൽ തേൻ തുള്ളി തൂകി, ഹേമന്തരാവിൻ പൂന്തെന്നലല്ലേ, ആരിന്നു നിൻ സ്വപ്നങ്ങളിൽ തേൻ തുള്ളി തൂകി, ഹേമന്തരാവിൻ പൂന്തെന്നലല്ലേ, താരുണ്യമേ പൂത്താലമായി തേടുന്നുവോ ഗന്ധർവനെ, എന്തിനായി നിന്നിടം കണ്ണിൻ തടം തുടിച്ചു, എന്തിനായി നീ വലം കയ്യാൽ മുഖം മറച്ചു. ഇത്രയും സമയം പ്രസാദേട്ടൻ്റെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞു. നല്ല നല്ല പാട്ടുകൾ പാടിത്തന്ന് പ്രസാദേട്ട ഹൃദയത്തിൽ തൊട്ട് ഞാൻ നമിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് 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 സന്തോഷമുണ്ട്. കലാനികേതൻ ചാനലിലേക്ക് എന്നെ ക്ഷണിച്ചതിനും ഇങ്ങനെയുള്ളൊരു നല്ലൊരു പ്രോഗ്രാം ചെയ്തതിനും വളരെയേറെ നന്ദി ഉണ്ട് എനിക്ക്. പ്രേക്ഷകരെ എല്ലാവരും ഈ പ്രോഗ്രാം കാണണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി, നമസ്കാരം.